വിജിലൻസിൽ പരാതി കൊടുത്ത ഇഡിക്കെതിരെ പരാതി കൊടുത്ത അനീഷ് ബാബു എന്ന വ്യവസായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ് ബാബുവിനെതിരെ ഇഡി ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇതിൽ അനീഷ് ബാബു പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഇഡി പറയുന്നത്. മാത്രമല്ല അനീഷ് ബാബു 2021 മുതലേ ഇഡിയുടെ സമൻസ് കൈപ്പറ്റിയിട്ടും ഇഡിയുമായിട്ട് സഹകരിക്കാത്തയാളാണ് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനീഷ് ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അനീഷ് ബാബു, ഗുഡ് ഈവനിങ്. അനീഷ് ബാബു, നമസ്കാരം. ഞാൻ അരുണാണ്, റിപ്പോർട്ടറിൽ നിന്നാണ്. അനീഷ്, രണ്ട് കാര്യങ്ങൾ എനിക്കറിയാം, തിരക്കുണ്ടെന്നറിയാം, വേഗത്തിൽ വിടാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇ ഡി പറയുന്നു താങ്കൾക്ക് 2021 മുതൽ താങ്കൾക്ക് സമൻസ് അയക്കുന്നു, താങ്കൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, താങ്കളുടെ അച്ഛനും അമ്മയും അടക്കം പ്രതികളായ കേസാണ്, ഇതിൽ താങ്കൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നാണ് ഇ ഡി പറയുന്നത്. എന്താണ് അതിനുള്ള മറുപടി? 2021 സാറേ ഫസ്റ്റ് സമൻസ് നോട്ടീസ് വരുന്നത് 2021 അവർ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ SG കവിത്കർ എന്ന് പറഞ്ഞിട്ട് ഉള്ള സാറാണ് നമുക്ക് ഫസ്റ്റ് നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് അയക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, എൻ്റെ പാൻ കാർഡ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അഡ്വക്കേറ്റ് SR രാഹുൽ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, കൊല്ലത്തുള്ള അഡ്വക്കേറ്റാണ് പുള്ളിക്കാരൻ, അത് പോസ്റ്റൽ വഴി നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു. ഇതിന്റെ വിശദീകരണവും പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ റിപ്ലൈ കൊടുത്തു. റിപ്ലൈ കൊടുത്തതിന് ശേഷം 3 വർഷത്തോളമായിട്ട് നമുക്ക് ഒരു നോട്ടീസും വന്നിട്ടില്ല, ഒരു സമൻസും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അതിനുശേഷമാണ് 2024 വീണ്ടും ഈ ശേഖർ സാറിന്റെ ഇതിൽ ഉള്ള നോട്ടീസ് നമുക്ക് വരുന്നത്. അല്ല, നമ്മൾ അന്വേഷണത്തിന് സഹകരിക്കാതെ അവർ പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ നമ്മളെ ത്രട്ടൻ ചെയ്യുന്ന അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോടതി അപ്രോച്ച് ചെയ്തതിന് ശേഷമാണ് അവർ പറഞ്ഞ സമയത്ത് ഞാൻ ഒരു വട്ടം പോകാനുള്ളത്. പറയുന്നതിൻ്റെ അത് ഒരു വട്ടം ഞാൻ പോയിട്ടില്ല. അവർ സമൻസ് ഇത് തന്ന സമയത്ത് ഒരു വട്ടം ഞാൻ പോയില്ല. പക്ഷെ ആ സമയത്ത് കോടതിയിൽ പേപ്പർ കിടക്കുന്ന ടൈമായിരുന്നു. ഈ 2021 ശേഷം താങ്കൾ സഹകരിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ്. താങ്കൾ പറഞ്ഞു അതിനുശേഷം പിന്നീട് 3 വർഷമായി ഇ ഡിയുടെ ഭാഗത്തുനിന്ന് സമൻസ് ഒന്നും വന്നിട്ടില്ല. അതെ, വന്നിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. അത് താങ്കൾ പൂർണ്ണമായി നിഷേധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അച്ഛനും അമ്മയും അടക്കം ഈ കേസിൽ പ്രതികളാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, പ്രതികളാണോ എന്ന് ചോദിച്ചാൽ അവർ പ്രതികളാക്കി. മമ്മി എന്റെ നാട്ടിൽ, എനിക്ക് 2 കമ്പനികളാണ് ഉള്ളത്. അത് ഒന്ന് നാട്ടിൽ ഇവിടെ വാഴവിള കാഷ്യൂസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊപ്പറേറ്റർഷിപ്പാണത്. അത് മമ്മിയാണ് അതിന്റെ പ്രൊപ്പറേറ്റർ. അത് സ്വാഭാവികമായിട്ടും അതിന്റെ പേരിലാണ് മമ്മി അതിന്റെ അകത്ത് പ്രതിയായത്. പപ്പയാണെങ്കിൽ ഒരു പേപ്പർ ഇതിന്റെ അകത്ത് ഒന്നിലും പപ്പ പ്രതിയല്ല, ഒന്നിലും ഇതല്ല. നേരത്തെയുള്ള കേസിന്റെ ആസ്പദമായിട്ടുള്ള കേസാണ് ഇവർ ഇ ഡി എടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു കേസിലും പപ്പ ഒന്നിലും അല്ല, ഒന്നിലും ഒരു കമ്പനിയിലെ ഡയറക്ടറോ അങ്ങനെ ഒന്നും പപ്പയില്ല. പക്ഷെ പപ്പയുടെ പേരും അവർ പ്രതി ചേർത്തിട്ടുണ്ട്. പപ്പായെ പ്രതി ചേർത്തിരിക്കുന്നത് അന്യായമായിട്ടാണ്, അകാരണമായിട്ടാണ്? അതെ, തീർച്ചയായിട്ടും. കാര്യം പപ്പ ഒരു പേപ്പർ ഒന്നിലും ആളല്ല. പപ്പ സാറിനെ പോലെ അതുപോലെ ഒരു ഇതിലും ഒരു ബിസിനസ് ഇതിന്റെ അകത്ത് ഒരു ഡോക്യുമെന്റൽ എവിഡൻസിന് ഇതിന്റെ അകത്ത് പപ്പ ആളല്ല, ഒന്നിലും ഓതറൈസേഷൻ ഇല്ലാത്ത ഒരാളാണ്. ഓക്കെ, ഈ ആദ്യം 2021 സമൻസ് വരുന്ന സമയത്ത് ഇടനിലക്കാരെ സമീപിച്ചിട്ടില്ലല്ലോ. ഇടനിലക്കാരെ സമീപിക്കുന്നത് 2024 ശേഷമാണോ? ഇല്ല. അത് കവിത്കർ എന്ന് പറഞ്ഞ സാറ് നല്ല സാറായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരൻ ഞാൻ അയച്ച് കൊടുത്ത് തിരിച്ച് റിപ്ലൈ കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം അത് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടായിരിക്കണം പിന്നെ 3 വർഷത്തോളമായിട്ട് അവരത് ഫോളോ അപ്പ് ചെയ്യാതെ വിട്ടത്. ഓക്കെ, ഇപ്പൊ ഈ ഇടനിലക്കാരനായ വിൽസൺ ആദ്യം സമീപിച്ച് അനീഷിനോട് പറഞ്ഞതെന്താ? ആദ്യമേ എന്റെ മമ്മിയുടെ ഫോണിൽ വിളിക്കുകയാണ് ചെയ്തത്. എന്നെ ഇത് ചെയ്തതല്ല, എന്റെ മമ്മിയുടെ ഫോണിലാണ് ആദ്യം വിളിക്കുന്നത്. ആദ്യം വിളിച്ച സമയത്ത് നമ്മൾ വിചാരിച്ച ഏതെങ്കിലും സ്കാമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഈ അത് നമ്മൾ അവരോട് തിരിച്ച് നല്ലോണം ചൂടായി. ഇതിപ്പം കോടതിയുടെ പരിധിയിൽ ഇരിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നമ്മൾ ഭയങ്കര സർപ്രൈസ്. ശരിക്കും ഞാൻ വിചാരിച്ചു ഇത് ഏതോ ഒരാൾ നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഫ്രോഡായിട്ട് കളിക്കുകയാണെന്നാണ് വിചാരിച്ചത്. അതായത് ആരും വെളിയിൽ നിന്ന് പണം തട്ടാനുള്ള ഇതാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇയാളെ ഞാൻ ഡയറക്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അതിന്റെ അകത്തുണ്ടായ ഒരു ദുരനുഭവം കൃത്യമായിട്ട് അയാൾ എന്നോട് അത് ഷെയർ ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. കാരണം അകത്ത് നടന്ന ഒരു കാര്യം പുള്ളിക്കാരൻ ഒരു തേർഡ് പാർട്ടി അറിയണമെങ്കിൽ കൃത്യമായി അതിൻ്റെ അകത്തൊരു ഉദ്യോഗസ്ഥനുമായിട്ട് അതുമായിട്ട് ബന്ധം വേണം. എന്നാൽ മാത്രമേ അത് അറിയത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ
ഈ വിനോദ് സാർ എന്നെ അതിന്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും മേളിലെ ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ നല്ലതുപോലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞാൽ വേറെ കൈക്കൂലി തരണമെന്നൊന്നും പറഞ്ഞിട്ടല്ല, ഈ ഡോക്യുമെന്റ് ഹാജരാക്കണമെന്നും പറഞ്ഞിട്ട് എന്നെ ഇല്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യം കൃത്യമായിട്ട് ഇവ എന്നോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഞാൻ അവിടുന്ന് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കാതെ ഞാൻ അവിടുന്ന് 3 മണിയായപ്പോഴാണ് എന്നെ കഴിക്കാനായിട്ട് വിടുന്നത്. ആ കഴിക്കാനായിട്ട് വിടുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ഇറങ്ങി പെട്ടെന്ന് ഓടി ചെന്ന് എന്റെ അഡ്വക്കേറ്റിന്റെ ഓഫീസിലോട്ടാണ് പോകുന്നത്. ഇതുപോലെ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ അങ്ങനെയാണ് പിന്നെ ഇതിന് അപ്ലൈ ചെയ്യുന്നത്, ബെയിലിന് പോലും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ആ സമയത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. വിനോദ് കുമാർ ആണ് ഭീഷണിപ്പെടുത്തി. പക്ഷേ വിനോദ് കുമാറിനെ പ്രതി ചേർത്തിട്ടില്ല ഇപ്പോൾ. കാര്യം വിനോദ് കുമാർ നേരിട്ട് കൈക്കൂലി ചോദിച്ചിട്ടില്ല. ശേഖർ കുമാറിനെ ആണ് ഞാൻ പുള്ളിക്കാരനെതിരെ കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്കുണ്ടായ ഒരു അനുഭവം, വിനോദ് സാർ എന്നെ ഇങ്ങനെ, അതായത് എല്ലാവരോടും അങ്ങനെ ആയിരിക്കും. കാരണം അവരുടെ മുമ്പിൽ നമ്മളെല്ലാം പ്രതികളാണല്ലോ. പ്രതികളോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചതായിരിക്കും. വിനോദ് സാർ എന്ന് പറഞ്ഞ ആള് ഈ പറഞ്ഞ പുള്ളിക്കാരനും ഈ പറഞ്ഞ നമ്മുടെ ഇടയ്ക്ക് വന്ന ഇടനിലക്കാരനും വിനോദ് സാറിന്റെ പേരൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ശേഖറിന്റെ പേര് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ഈ ശേഖറുമായിട്ട് എപ്പോഴെങ്കിലും പിന്നീട് ഫോൺ സംഭാഷണമോ അങ്ങനെ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇപ്പൊ വിജിലൻസിന് കുറച്ച് തെളിവുകളൊക്കെ കിട്ടിയെന്ന് കേൾക്കുന്നു. പക്ഷേ ഇല്ല എന്നെ ഡയറക്റ്റ് ഇല്ല ചെയ്തിട്ടില്ല. അപ്പൊ ഈ മുകേഷ് എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നോ താങ്കളുമായി, വിൽസൺ അല്ലാതെ? ഇല്ല ഡയറക്റ്റ് സംസാരിച്ചിട്ട് വിൽസൺ തന്നെയാണ്. അപ്പൊ ഈ വിൽസൺ പറയുന്നത് എന്താണ്? ഈ പൈസ നേരിട്ട് തന്നെ ചോദിക്കുകയല്ലേ 2 കോടി എന്നുള്ള കാര്യം? അല്ല, പുള്ളി 50 ലക്ഷം വീതം 4 തവണയായിട്ട് അക്കൗണ്ടിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ വിൽസൺ പറഞ്ഞതിന്റെ അകത്ത് നമ്മൾ ഇവരുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വിൽസൺ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇതുപോലെ വീണ്ടും ഒരു സമൻസ് വരുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് എനിക്ക് ആ സമൻസ് വരുന്നു. അത് മെയിൽ വരുമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് മെയിൽ വരുന്നു. ബാക്കി എല്ലാ സമൻസും എനിക്ക് പോസ്റ്റൽ വഴിയാണ് വന്നത്. ഇത് പോസ്റ്റൽ അയക്കാനായിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നിട്ട് അവരെന്തിന് അത് മെയിലിട്ടു എന്നുള്ളതാണ് അവൻ പറഞ്ഞതനുസരിച്ചാണ് മെയിൽ വന്നത്. എന്നിട്ട് അവിടെ മെയിൽ ഇട്ടിട്ട് എന്നെ ഓഫീസർ അവിടുന്ന് ഇന്ന് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. ഇതുപോലെ മെയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പരാതി നമ്മൾ ശരിക്കും ഇത് അവർക്ക് ബന്ധമുണ്ട് എന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പോഴാണ് തോന്നുന്നത്. പിന്നീടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ നിയമ പോരാട്ടം തുടരും, അങ്ങനെയല്ലേ തീരുമാനം മനീഷ്? ആണ് സാറേ, തീർച്ചയായിട്ടും. ഇപ്പൊ ഈ വൈകിട്ട് ഒരു 4 മണി വരെ നമ്മൾ ശരിയായ ട്രാക്കിൽ കൂടെ ആണ് പോകുന്നത് എന്നുള്ളതായിരുന്നു എന്റെ തോന്നൽ. ഇപ്പൊ വൈകിട്ട് വന്ന് ഇവർ ഇങ്ങനെ ഒരു വിശദീകരണം കൂടെ കൊടുത്തപ്പോഴത്തേന് ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഇപ്പം എന്നെ പോലൊരു വ്യക്തിക്ക് ഇത് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ BJP എന്നുള്ളതല്ല. നമുക്ക് കൊടുക്കേണ്ട ഒരു ഓർഗനൈസേഷൻ വിജിലൻസ് ആണ്. ഞാൻ അവിടെ കൊണ്ടുചെന്ന് കംപ്ലൈന്റ് കൊടുത്തു. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അത് ഈ രാഷ്ട്രീയവൽക്കരിച്ച് പോകുന്നതൊന്നും എനിക്കറിയില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറല്ല. അത് സാറ് എന്നോട് ചോദിക്കാതെ ഞാനങ്ങ് പറയുകയാണ്. എന്റെ ഒരു റിക്വസ്റ്റ് ആയത്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ച് വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകരുത്. അവർക്ക് എന്നോടുള്ള ശത്രുത ഇരട്ടിച്ചരട്ടിച്ച് വലുതാക്കരുത്. എന്നെ കൊല്ലാനുള്ള ഇടയുണ്ടാക്കരുത്. ഇത് പുള്ളിക്കാരൻ അതിന്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അത് തെളിയട്ടെ. എന്തായാലും അവര് ഇത് തെളിഞ്ഞാലും തെളിഞ്ഞില്ലേലും അവരെനിക്ക് നോട്ടീസ് അയക്കാനുള്ളത് ഞാനത് ഫേസ് ചെയ്തേ പറ്റൂ. അത് കൃത്യമായിട്ട് അത് ഫേസ് ചെയ്ത് അത് കുറ്റകൃത്യവും അനീഷ് ചെയ്തിട്ടില്ല. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഒന്നും അനീഷ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അനീഷിന് ഉറപ്പുണ്ടല്ലോ? ഇല്ല സാറേ, ചെയ്തിട്ടില്ല, ഉറപ്പുണ്ട്. കാര്യം ഞാൻ ബിസിനസ് ചെയ്ത് എനിക്ക് നേരത്തെ ബിസിനസ് ചെയ്ത് ഇത്രയും കേസും പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത്. ഒരു വട്ടം നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, വീണ്ടും ആ കാര്യത്തെ തന്നെ ആ മുറിവിൽ തന്നെ ഇട്ട് കുത്തി നോവിക്കുന്നത് അത് ഈ മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ. അത് പറഞ്ഞ അവർ അതിൽ തന്നെ ഇട്ട് കുത്തുകയാണ്. അതെന്താണ് അതിന് കാര്യം അറിയാം. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനത് വേറെ ആരോടാ പോയി പറയേണ്ടത്? വിജിലൻസ് ആണ് എനിക്ക് മുമ്പ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു ഓർഗനൈസേഷൻ വിജിലൻസ് ആണ്. അവിടെ കൊണ്ടുചെന്ന് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. ഈ പാർട്ടിക്കാരൊക്കെ പറയുന്നത് പോലെ വേറെ കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വിജിലൻസ് അത് കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് അവരത് അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത് 100% എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അതിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ മുമ്പോട്ട് പോവാണ്. താങ്ക് യു അനീഷ്. എന്തായാലും ആ പോരാട്ടം തുടരുക. അനീഷ് പറയുന്നത് വാസ്തവമാണെങ്കിൽ തീർച്ചയായിട്ടും അനീഷിനോടൊപ്പം ഈ സൊസൈറ്റി ഉണ്ടാവും.